everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് കുറേ വെജിറ്റബിൾസ് ഒക്കെ കൂട്ടിയിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാം. മിക്സ്ഡ് വെജിറ്റബിൾസ് മസാല. അപ്പോൾ മമ്മിനോട് ഇതിന്റെ റെസിപ്പി ചോദിക്കാം. റെസിപ്പി ഇഷ്ടമായ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1/2 കപ്പ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഗ്രീൻ പീസ്, ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്, പിന്നെ 1/2 കപ്പ് ക്യാരറ്റ്, പിന്നെ 1/2 കപ്പ് കോളിഫ്ലവർ, പിന്നെ 1/2 കപ്പ് ഗ്രീൻ ബീൻസാണ്, പിന്നെ ഒരു ക്യാപ്സിക്കം ഇങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ആവശ്യമുള്ളത് തക്കാളി പേസ്റ്റാണ്. ഇതൊരു വലിയ സൈസ് തക്കാളി എടുത്തിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഒരു മീഡിയം സൈസ് സവാള അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ സാദാ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, പിന്നെ ആവശ്യമുള്ളത് തേങ്ങയാണ്. ഇത് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പേസ്റ്റ് ആക്കി എടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ തൂമിക്കാനായിട്ട് 1 ടീസ്പൂൺ കസൂരി മെത്തി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. അതൊരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ ഇതിലേക്ക് പൊട്ടാറ്റോ, ക്യാരറ്റ് ആൻഡ് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഫ്രോസൺ ആണ്, അപ്പോൾ ഇത് വേഗം വെന്ത് കിട്ടും. ഇത് 3ഉം ഇട്ട് കൊടുത്തിട്ട് ഒരു 50% വേവണ വരെ വഴറ്റിയെടുക്കണം. 50% വെന്താൽ മതി. ഇങ്ങനെ ഇളക്കി കൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും വഴറ്റിയെടുക്കണം ഒരു 50% ആവണ വരെ. അങ്ങനെ ഒരു 8 മിനിറ്റിന് ശേഷം വെജിറ്റബിൾസ് എല്ലാം 50%ഓളം കുക്കായിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് തൂമിക്കാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. കസൂരി മേഥി, ചെറിയ ജീരകം, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. മീഡിയം തീയിൽ വേണം ഇതൊക്കെ വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇതാ സവാള ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കണം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് വഴഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ തീ ലോ ആക്കിയിട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒരു 1-1.5 മിനിറ്റ് ഇത് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ പുറത്ത് തെളിയണ വരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, പൊടികളൊന്നും കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് 1 മിനിറ്റിന് ശേഷം ഇതിലേക്ക് തക്കാളി അരച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണയൊക്കെ പുറത്ത് തെളിയണ വരെ ഇത് വഴറ്റിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇതൊക്കെ വഴറ്റിയെടുക്കാൻ. അങ്ങനെ അതാ തക്കാളിയും മസാലയൊക്കെ നന്നായിട്ട് വഴഞ്ഞു കഴിഞ്ഞു. എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് തെളിയാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. പിന്നെ വെജിറ്റബിൾസ് നേരത്തെ വേവിച്ച് വെച്ചതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ടു ലോയിൽ വെച്ചിട്ട് വെജിറ്റബിൾസ് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം എന്താ എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് തെളിഞ്ഞു വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ തേങ്ങ അരച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ
ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഇത് 2 മിനിറ്റോളം വേവിച്ചെടുക്കാം. അങ്ങനെ 2 മിനിറ്റിന് ശേഷം മിക്സ്ഡ് വെജിറ്റബിൾ മസാല റെഡിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം. അങ്ങനെ ഒരു അടിപൊളി മിക്സ്ഡ് വെജിറ്റബിൾ മസാല റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ പറ്റിയ ഡിഷാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.